വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്ത് ആണ് വിചിന്തനം ചെയ്യേണ്ടതെന്ന് കരുതി ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ വചന ഭാഗങ്ങളാണ് സുഭാഷിതങ്ങൾ 12:24. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. 27-ാം വാക്യം, അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല, സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 13:4 വാക്യം, എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. വീണ്ടും 11-ാം വാക്യം, സുഭാഷിതങ്ങൾ 13:11, അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും, അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് സ്ഥിരോത്സാഹി അഭിവൃദ്ധി പ്രാപിക്കും. സ്ഥിരമായി ഉത്സാഹിക്കുന്നവൻ, അത് അലസന് നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഫുൾട്ടൺ ഷീനിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ ഇന്നും അതൊരു കോയിൻസിഡൻസ് പോലെ വന്നത്, ഒരു ചാപ്റ്റർ അതിൻ്റെ ടൈറ്റിൽ തന്നെ സക്സസ് ഹാസ് ഇറ്റ്സ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്ത ചില കാര്യങ്ങളാണ്. സിൻസ് ഓഫ് ഒമിഷൻ ഹാവ് ദെയർ പെനാൽറ്റീസ് ആസ് വെൽ ആസ് സിൻസ് ഓഫ് കമ്മീഷൻ. അപ്പോൾ സിൻസ് ഓഫ് ഒമിഷൻ എന്താണ്? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. സിൻസ് ഓഫ് ഒമിഷൻ ഹാവ് ദെയർ പെനാൽറ്റീസ്. ചെയ്യാതിരിക്കുന്ന നന്മ പ്രവൃത്തികൾ പാപമാണ്. അപ്പോൾ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചയച്ചപ്പോൾ എല്ലാവർക്കും താലന്തുകൾ കൊടുത്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഈ താലന്തുകൾ നമ്മൾ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചത്? അപ്പോൾ ആ ഉപമയിൽ തന്നെ പറയുന്നുണ്ട്, 5 കിട്ടിയവൻ 10 പിന്നെ ഒരുത്തിന് 5 ഒരുത്തിന് ഒന്നും ചെയ്യാതെ അത് കുഴിച്ചിട്ടു. ആ ഒന്നും ചെയ്യാതെ കുഴിച്ചിട്ടവന് ശിക്ഷ ലഭിച്ചു എന്നാണ് ആ താലന്തുകളുടെ ഉപമയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും താലന്തുകൾ കൊടുത്താണ് കർത്താവ് വിട്ടിരിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുന്നു, നിങ്ങൾ ഗോതമ്പ് മണിയെപ്പോലെ നിലത്ത് വീണ് അഴുകിയില്ലെങ്കിൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയില്ല. അപ്പം ഇങ്ങനെ സേഫായിട്ട് വെക്കാനുള്ളതൊന്നുമല്ല ജീവിതം. പലപ്പോഴും ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുപോയി ബൈബിളിൻ്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥനയും ബഹളവും ഒക്കെ നടത്തുന്നത് നമ്മൾ കാണുന്നു. ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ആളുകൾ നോക്കുന്നത്. പക്ഷേ സ്ഥിരോത്സാഹിക്ക് അവൻ്റെ കഴിവുകൾ പൂർണ്ണമായി സ്ഥിരമായി ഉത്സാഹത്തോടെ ഉപയോഗിക്കുന്നവനെ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമ്മുടെ കഴിവുകൾ, ഉപയോഗിക്കാത്ത കഴിവുകളും വലിയ തിന്മയാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഈ ബുക്കിൽ പറയുന്നു, നോ ട്രൂ സക്സസ് ഈസ് എവർ എൻജോയ്ഡ് വിതൗട്ട് സാക്രിഫൈസ് ആൻഡ് എഫേർട്ട്. ഇഫ് ഹി who enjoys success did not pay for it, someone else did. അപ്പോൾ പരിശ്രമം കൂടാതെ ഒരിക്കലും
വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല. പരിശ്രമവും കർത്താവിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. ഇനി ഇത് രണ്ടുമില്ലാതെ ആരെങ്കിലും വിജയശ്രീലാളിതനായി ചമയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്കുകൊണ്ടല്ല, അവൻ്റെ പൂർവികരിൽ ആരോ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവനിപ്പോൾ സുഖമായി ജീവിക്കുന്നത്. എപ്പോഴും വായിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തണൽ മരത്തിൻ്റെ കീഴിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എപ്പോഴോ ഒരുത്തൻ ആ മരം നട്ടു എന്നതിലാണ്. അപ്പം നമ്മൾ തന്നെ മരം നട്ട് അതിൻ്റെ തണലിൽ നമുക്കും മറ്റുള്ളവർക്കും ഇരിക്കാൻ സാധിക്കുക എന്നതാണ് അഭികാമ്യം. വീണ്ടും ബൈബിളിൽ പറയുന്നുണ്ട്, ഹീ ഹു ഡസ് നോട്ട് വർക്ക് ഷുഡ് നോട്ട് ഈറ്റ്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വേണം ഭക്ഷിക്കാൻ, അധ്വാനിച്ച് വേണം ഭക്ഷിക്കാൻ, അല്ലാത്തവൻ അവന് ഭക്ഷണം അവൻ അർഹിക്കുന്നില്ല. വീണ്ടും ഈ ബുക്കിൽ പറയുന്നു, വാട്ട് കോസ്റ്റ് നത്തിങ് അമൗണ്ട്സ് ടു നത്തിങ്. വില കൊടുക്കാതെ ലഭിക്കുന്നതിന് ഒന്നിനും വില ഉണ്ടാവുകയില്ല. വിലയുള്ള വസ്തു നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റേതായ വില കൊടുത്തേ തീരൂ. പിന്നെ പറയുന്നു, ഗോഡ് ഗീവ്സ് മാൻ എ വിൽ ബട്ട് ഹി മസ്റ്റ് മേക്ക് റൈറ്റ് ചോയ്സസ്. മനുഷ്യൻ കറക്റ്റായിട്ടുള്ള ചോയ്സുകൾ എടുത്ത് സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ വിജയിക്കും. An idle life is death anticipated. അലസമായൊരു ജീവിതം മരണത്തെ വിളിച്ചു വരുത്തി ജീവിക്കുന്നതിനേക്കാൾ മരണത്തിന് മുന്നിൽ കണ്ട് ജീവിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും പറയുന്നു, ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. നിങ്ങളുടെ കുരിശ്, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ദിവസേന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണമായ സന്തോഷത്തോടും കമ്മിറ്റ്മെൻറ്റോടും കൊണ്ട് എടുത്ത് മുന്നോട്ട് പോവുക. ക്രിസ്തുവിങ്കൽ സർവ്വതും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ളവൻ വിജയം പ്രാപിക്കും. എനിക്ക് ഈ മെസ്സേജസൊക്കെ വളരെ ടൈംലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ വർഷം അവസാനിക്കുകയാണ്, 2023 അവസാനിക്കുകയാണ്, 2024 ആരംഭിക്കുന്നു. സാധാരണ എല്ലാവരും ഒരു ആത്മപരിശോധന ചെയ്യുന്ന ടൈമാണ്. 2023 എന്തൊക്കെ സംഭവിച്ചു, 2024 എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുറപ്പിക്കുന്ന സമയം ആണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, കർത്താവ് നമുക്ക് തന്നിട്ടുള്ള താലന്തുകളെക്കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെയാണ് കർത്താവ് തന്നിട്ടുള്ള കഴിവുകൾ? അവ ഉപയോഗിച്ച് എങ്ങനെ മാനവരാശിക്ക് നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും? ഈ അറിവ്, അതിനോട് ചേർന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും സ്ഥിരമായ ഉത്സാഹത്തോടുകൂടെ അവ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതിൻ്റെ റിസൾട്ടൊക്കെ അനുഭവിക്കാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുമൊക്കെ സാധിക്കും. ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളവരെല്ലാവരും, ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും സ്ഥിരോത്സാഹികളാണ്. അവരെ നമ്മൾ കാണുകയൊന്നുമില്ല, കാരണം അവരുടെ പദ്ധതികളുമായി തിരക്കിലാണ്. അവർക്ക് തിന്മ ചെയ്യാനൊന്നും ടൈമൊന്നും ഇല്ല. അവർ ഭയങ്കര തിരക്കിലാണ്, കഠിനാധ്വാനത്തിലാണ്. പക്ഷെ അവർ അത് ആസ്വദിക്കുന്നു. പലരും 20ഉം 25ഉം കൊല്ലം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചറിഞ്ഞ്, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ എന്താണ്, അതുപയോഗിച്ചുള്ള പദ്ധതികൾ എന്താണ്,
അതിനകത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ജീവിതത്തിൽ എത്രയും നേരത്തെ എത്തിപ്പെടുന്നുവോ, എന്നിട്ട് സ്ഥിരോത്സാഹത്തോടെ കർത്താവെല്ലാം തരും എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുകയല്ല, കർത്താവിനാൽ നയിക്കപ്പെട്ട് നമ്മുടെ സകല എനർജിയും കർത്താവ് നമ്മളെ സമർപ്പിച്ച പദ്ധതികൾക്കായി ചെലവിടുമ്പോൾ നമ്മൾ തീർച്ചയായും വിജയം വരിക്കും. ദൈവം ഇതിനുള്ള കൃപ നമ്മൾക്ക് നൽകട്ടെ. നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടി നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അപ്പോൾ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ കുറച്ചെങ്കിലും ഒരു ധ്യാനത്തിൻ്റെ ഒരു മൂഡിലോട്ടൊക്കെ വന്ന് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് മോശപ്പെട്ട കാര്യങ്ങൾ, അടുത്തൊരു വർഷം നമ്മൾ എന്തെല്ലാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് കർത്താവിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണോ, എന്തൊക്കെയാണ് നമ്മിൽ നിന്നും കർത്താവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ, നീക്കം ചെയ്യപ്പെടേണ്ട പദ്ധതികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ച് കർത്താവിനെയും കൂടി ആ പ്ലാനിങ് പ്രോസസ്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ 2024 നമുക്ക് പ്രവേശിക്കാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ആമേൻ.